പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ PG മാത്യൂസ് കഴിഞ്ഞ ചില ആഴ്ചകളായി താൻ വിശ്രമത്തിലായിരുന്നു. കാറ്ററാക്ട് ഐയുടെ ഒരു സർജറി കഴിഞ്ഞ് താൻ വിശ്രമത്തിലായിരുന്നു. എങ്കിലും തനിക്ക് സുഖം പ്രാപിച്ച ഉടനെ ഇന്ന് വീണ്ടും നമ്മുടെ മധ്യത്തിൽ ക്ലാസ് എടുക്കുവാൻ കടന്നു വന്നല്ലോ. പ്രത്യേക തുടർന്നുള്ള ദിവസങ്ങൾ ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കട്ടെ. തൻ്റെ അഭാവത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവ് നമുക്ക് തൻ്റെ ശിഷ്യനായി തന്നോടൊപ്പം ശുശ്രൂഷയിലുണ്ടായിരുന്ന ജോർജ് വർഗീസ് പാസ്റ്ററെ തന്നെ ഒരുക്കിയത് ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി ക്രിസ്റ്റോളജി തന്നെ എടുക്കുവാൻ ദൈവം തന്നെയും സഹായിച്ചല്ലോ. ഇന്ന് രാത്രി താൻ നാട്ടിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ഹാർദവമായി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് ശക്തമായി തന്നെ ഉപയോഗിപ്പാൻ ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാണ്. Heavenly Father, we come into your presence, Lord. We thank you for this wonderful time, Lord. We thank you for this time you have given us, Lord, to, hallelujah, come as a Bible study and class. I pray that you bless the class today, Lord, as we learn the word of God, as we meditate the word of God. Let it speak to us this morning, Father. Hallelujah. Give us the insights, Father. Give us the revelation from your word, Father. Your word that became flesh and that dwelt among us. Let it speak to our hearts, Father, even though it's a class. Lord, we believe that the work of the Holy Spirit is extensive. Hallelujah. It can work, hallelujah, in ways we cannot see, Lord. I pray that you bless the man of God taking the class. Bless it. In Jesus' name we pray. Amen. ആമേൻ. താങ്ക് യു മോനെ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ PG മാത്യൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ചിന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഒത്തിരി സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. അങ്ങനെ വേണം പറയാൻ. കാരണം നിലനിൽക്കുന്ന 3 കാര്യങ്ങളാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും അതിൻ്റെ സ്കെയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അതിനായിട്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു അഗപ്പെ ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മീയ ശുശ്രൂഷയും സഭാ ശുശ്രൂഷയിലും ദൈവജന അധ്യാപന ശുശ്രൂഷയിലും ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നടത്തിയുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള കഴിവുകളുള്ള കർത്താവിൻ്റെ ദാസൻ ലാൽ വിജയ്ക്കോ പാസ്റ്റർ, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫാക്കൽറ്റി, ഈ വചന പഠനത്തിനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഒരു ടീമായിട്ട് യേശുവിനോടൊപ്പം എന്നുള്ളൊരു ഹെഡിങ്ങിൽ ക്രിസ്റ്റോളജി നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോർജ് വർഗീസ് ബാബു സാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അസാന്നിധ്യത്തിൽ അത് വളരെ വളരെ നല്ല നിലകളിൽ, എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ടുള്ള നിലയിൽ, ആധികാരികമായിട്ടുള്ള നിലയിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്കവണ്ണമുള്ളൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ച അത് ക്രിസ്റ്റോളജിയിൽ തന്നെ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളുടെ ഒരു ആകത്തുക ഒരു ഹെഡിങ്ങിൽ അദ്ദേഹം ഇങ്ങനെ അയച്ചു തന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മശിഹ പ്രവചനങ്ങൾ നിവൃത്തി, യേശുവിൻ്റെ ജനനം, വിദ്വാൻമാരുടെ വരവ്, പ്രതിഷ്ഠ, ശുശ്രൂഷ, സ്നാനം, പരീക്ഷ, നസ്രയത്ത്, മാനിഫെസ്റ്റോ, ഗിരിപ്രഭാഷണം, ഉപമകൾ, ഇങ്ങനെയുള്ള ക്രിസ്റ്റോളജിയിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ ദൈവം കൃപ ഇങ്ങനെ നൽകി തന്നല്ലോ. ക്രിസ്റ്റോളജി എന്ന് പറയുമ്പോൾ ക്രിസ്തുശാസ്ത്രം, എൻ ക്രിസ്റ്റോസ് എന്നുള്ള വാക്ക്, ക്രിസ്തുവിൽ എന്നുള്ള വാക്ക്, അത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് 160 പ്രാവശ്യമാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഇങ്ങനെ കുറിച്ചത്. ക്രിസ്തുവിൽ, ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന് അനുരൂപമാകുക. 160 പ്രാവശ്യമാണ് അത് എൻ ക്രിസ്റ്റോസ്, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ, ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനോട് ചേർന്ന്, അങ്ങനെയുള്ള
ആ പദപ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്, ക്രിസ്തുശാസ്ത്രം. CHRISTOLOGY, ക്രിസ്തുശാസ്ത്രം. അത് അങ്ങനെ ക്രിസ്തുശാസ്ത്രം നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ക്രിസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ പഠനത്തിൽ ബുദ്ധമതത്തിൽ ബുദ്ധനെ കുറിച്ചുള്ള പഠിപ്പീരുണ്ട്, ജൈനമതത്തിൽ ജൈനനെ കുറിച്ചുള്ള പഠിപ്പീരുണ്ട്, മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പഠിപ്പീരുണ്ട്. ആ പഠിപ്പീരുകളിലൊന്നും ഇത് അവരോടൊരുമിച്ച് അവർക്ക് വേണ്ടി അവരോടൊരുമിച്ച് ശരീരത്തെയും മനസ്സിനെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ഒരു പാഠ്യപദ്ധതി അങ്ങനെയുള്ള സിസ്റ്റത്തിലൊന്നും തന്നെ ഇല്ല. അങ്ങനെ മത സിസ്റ്റത്തിലൊന്നുമില്ല. എന്നാൽ ഇവിടെ ക്രിസ്റ്റോളജി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുകയാണ്, ക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്, ക്രിസ്തുവിൽ നമ്മൾ വളരുകയാണ്. എൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ 1-2 വാക്കുകൾ പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അത് യേശുക്രിസ്തു എന്നുള്ള വാക്ക്, ഫിലിപ്പിയ ലേഖനം 3-ന്റെ 9-ാമത്തെ വാക്യം വചനം പഠിക്കുന്ന എല്ലാവരും നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഡേറ്റ് എഴുതിയിട്ടിട്ട് നിങ്ങൾ ബുക്കിൻ്റെ അകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കുറിച്ചൊന്ന് ഇടണം, ഒരു ബൈബിൾ ക്ലാസ്സിൻ്റെ മോഡലിൽ. എന്നാലേ നമ്മൾക്കാകാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. ഞാൻ നോട്ടുകൾ കർത്താവിൻ്റെ ദാസന് അയച്ചു കൊടുത്തു. അദ്ദേഹം നോട്ടുകളുടെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു അവലോകന ചിന്തകൾ നമ്മളുടെ ഈ സൂമിൽ കൂടെ ഇട്ടിട്ടുണ്ട് എന്നറിയുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. അത് നിങ്ങൾക്കെല്ലാം വളരെ പ്രയോജനപ്പെടും. നിങ്ങൾ കഴിയുമെങ്കിൽ അതിൻ്റെ നോട്ടുകൾ എടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾ ആ നിലയിലാണ് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അത് ഹെഡിങ്ങുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ആ നോട്ടുകൾ നിങ്ങളൊന്ന് ബാച്ച് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നോട്ടിലുള്ള കാര്യങ്ങളും അതിനോട് ചേർന്നുള്ള കാര്യങ്ങളും പറഞ്ഞാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. ഞാനിപ്പോൾ പറയാൻ കാരണം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം ഒന്ന് കുറിച്ചോ, എല്ലാവരും ഒന്ന് കുറിച്ചോ. ഫിലിപ്പിയർ 3-ന്റെ 9-ാമത്തെ വാക്യത്തിൽ അത് യേശുവിൽ എന്നുള്ള വാക്ക് 1, 2, 3, 4, 5, 6 പ്രാവശ്യം ഒരു വാക്യത്തിൽ തന്നെ യേശുവിൽ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൽ, അവനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ എന്ന് പറയുമ്പോൾ അത് പഴയ ഒരു ട്രാൻസ്ലേഷനാണ്. അവനിൽ നിന്ന് അർത്ഥമാക്കുന്നത് യേശുവിൽ. നമ്മുടെ പഴയ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ അനുസരിച്ച് അപാകതയെന്ന് ഞാൻ പറയുന്നില്ല. അന്നത്തെ പശ്ചാത്തലത്തിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയും ക്ലോഡിയസ് ബുഖാനനും തുടങ്ങിയ ആളുകളൊക്കെയും ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ ദൈവത്തെ അവനെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അവൻ്റെ ദയ എന്നേക്കുള്ളതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദയ എന്നേക്കുള്ളത്. അപ്പോൾ അവനെന്നുള്ള പ്രയോഗം ദൈവത്തോട് ബന്ധപ്പെട്ട്, യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് യേശുവിൽ എന്ന് അത് അങ്ങനെ നിങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ന്റെ 9-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് കുറിച്ചോ. ഫിലിപ്പിയ ലേഖനം 3-ന്റെ 9-ാമത്തെ വാക്യം എന്താണ് നമ്മൾ കാണുന്നത്? ഫിലിപ്പിയ ലേഖനം 3-ന്റെ 9-ാമത്തെ യേശുവിൽ ഇരിക്കേണ്ടതിനും യേശുവിൻ്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെന്നുള്ളത് യേശു എന്ന് വേണം വായിക്കാൻ. ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ അതാണ്. യേശുവിൽ ഇരിക്കേണ്ടതിനും യേശുവിൻ്റെ മരണത്തോടെ അനുഭവപ്പെട്ടിട്ട് യേശുവിനെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വലിയ വിധിനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ യേശുവിൻ്റെ നിമിത്തം എല്ലാം ചവറെന്ന് എണ്ണുന്നു. അപ്പോൾ അവനിൽ അങ്ങനെ അത്ര വായിച്ചോ. 1, 2, 3, 4, 5, 6 പ്രാവശ്യം ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് നമ്മൾ കാണുകയാണ്. ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് നമ്മൾ കാണുകയാണ്. യേശുവിൽ. നമ്മൾ ക്രിസ്റ്റോളജിയാണ് പഠിക്കുന്നത്, ക്രിസ്തുശാസ്ത്രമാണ് പഠിക്കുന്നത്. അതെ, ക്രിസ്തുവിനെ നമ്മൾ പഠിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള നിലകളിൽ നമ്മളിങ്ങനെ പഠിക്കുകയല്ല, നമ്മുടെ ആത്മീകമായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്.
എന്താ ദൈവത്തിന്റെ വചനത്തിൽ കാണുമ്പോൾ ഗലാത്യർ 4:9 വാക്യം, ഫിലിപ്പിയ ലേഖനം 3:9 കഴിയുമ്പോൾ ഉള്ള റെഫറൻസ് ആണ് പറയുന്നത്. 4:9 ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞും യേശുവിനെ അനുഭവിച്ച് അറിയുവാൻ, ഒന്നുകൂടെ പറയുന്നു, യേശുവിനെ അനുഭവിച്ചറിയുവാൻ. ബൗദ്ധികമായിട്ടുള്ള നോളജിലൂടെ നമ്മൾ അറിയല്ല, യേശുവിനെ അനുഭവിച്ചറിയാൻ. എല്ലാവരും അവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒന്ന് പറഞ്ഞാട്ടെ, യേശുവിനെ അനുഭവിച്ചറിയുക. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, വാ തുറന്നൊന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ വാ ചലിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൂട്ടായിരിക്കണം. യേശുവിനെ അനുഭവിച്ച് അറിയുക. ഗലാത്യർ 4:9 വാക്യവും എബ്രായ ലേഖനം 6:4 വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എബ്രായ ലേഖനം 6:4 വാക്യത്തിലേക്ക് പോവുകയാണ്. അവിടെ എന്തുവാ? എല്ലാ അറിവുകളാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ. 2 സ്വർഗീയദാനം ആസ്വദിച്ചു. 3 പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എല്ലാം ഭൂമി വെച്ചുള്ള കാര്യങ്ങളാണ്. എല്ലാവരും കാര്യം ഓർക്കണം, ഭൂമി വെച്ചുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പ്രകാശനം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആസ്വദനം എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. ആസ്വദനം. നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ? ആസ്വദിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? ഇത് നമ്മൾ ആസ്വദിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തന്നിരിക്കും. എബ്രായ ലേഖനം 6:4 വാക്യത്തിൽ 5 ആസ്വാദനം, അതെ, അറിവ്, ഒന്നുകൂടും പറഞ്ഞാൽ അനുഭവപ്രദമായ ഒരു ജീവിതം, ക്രിസ്തുവിനോട് ഒരുമിച്ച് അനുഭവപ്രദമായ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ, 1 ഒരിക്കൽ പ്രകാശനം നമുക്ക് ലഭിച്ചു. 2 സ്വർഗീയദാനം നമ്മൾ ആസ്വദിച്ചു, ടേസ്റ്റ് ആസ്വദിച്ചു. 3 പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. 4 ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു. അങ്ങനെ ആസ്വദിക്കുന്നവരാണ് അഗപ്പേ ഈ ബൈബിൾ കോളേജിൽ പഠനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും, എല്ലാ ദൈവദാസന്മാരും ഈ വിധമായിട്ടുള്ള ക്വാളിറ്റിയിലൂടെ ഇങ്ങനെ പോകുന്നവരാകിയാൽ ഞാൻ കർത്താവിന് മഹത്വം ഈ അവസരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇങ്ങനെ അർപ്പിക്കുകയാണ്. എബ്രഹാം ലിങ്കൺ വേദപുസ്തകത്തിന്റെ നല്ലൊരു വായനക്കാരനായിരുന്നു. എബ്രഹാം ലിങ്കൺ, അങ്ങനെ പല ആളുകൾ വായനക്കാരായിരുന്നു. എന്നാൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് അടിമക്കച്ചവടം നിർത്തൽ ചെയ്തത്. അടിമക്കച്ചവടം നിർത്തൽ ചെയ്യുവാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു എന്നുള്ള ഒരു പഠനത്തിൽ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ബൈബിളാണ്. ബൈബിളിൽ അത് അടിമത്തത്തിൽ നിന്ന് വിമോചനം കൊടുക്കണമെന്നുള്ള ആ ആശയം എബ്രഹാം ലിങ്കൺ ബൈബിളിന്റെ എല്ലാ ദിവസത്തിന്റെ വായനക്കാരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായി. ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ ഇങ്ങനെ സന്ദർശിച്ചപ്പോൾ എന്നെ അവിടെ ഒരു ദൈവദാസനോട് പറഞ്ഞു, ഇന്ന് സാറ് സർപ്രൈസായിട്ട് സാറിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അദ്ദേഹം എന്നോട് എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ, ജോർജ് വറീസിനെ പോലെ എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ, ഭാഗത്താനം ടാബർനാക്കിൾ ബൈബിൾ കോളേജിൽ ജോലി ചെയ്ത ഒരു ദൈവദാസനാണ്. അദ്ദേഹം അമേരിക്കയിൽ പോയി ഡോക്ടറേറ്റ് ബിരുദമൊക്കെ എടുത്ത് വലിയ ഒരു ദൈവദാസനാണ്. അസംബ്ലീസ് ഓഫ് കൊണ്ട് ടോപ്പായിട്ടുള്ള ഒരു അധ്യാപകനാണ് ഇപ്പോൾ അദ്ദേഹം. അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷം. അദ്ദേഹം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി എബ്രഹാം ലിങ്കന്റെ 100-200 മൈൽ അകലെ, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് 100-200 മൈൽ അകലെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരു വനത്തിൻ്റെ അകത്ത് ഒരു ഫോറസ്റ്റിൽ പുരാവസ്തു ഗവേഷണ വിഭാഗം, അമേരിക്കയുടെ പുരാവസ്തു ഗവേഷണ വിഭാഗം പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്, പഴയൊരു വീടാണ്, ചെറിയൊരു വീടാണ്, പലകൾ കൊണ്ടുള്ള ചെറിയൊരു വീടാണ്. ആ പഴയ വീട് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ് അതിൻ്റെ പുറത്തിങ്ങനെ ഒരു ഷെൽട്ടർ, നമ്മളൊക്കെയും നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ആസ്പെറ്റോ ഇങ്ങനെ സീറ്റുകളൊക്കെ വെക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ടുള്ള ചില കാഴ്ചകൾ, എബ്രഹാം ലിങ്കൺ ഉപയോഗിച്ചിരുന്ന, അതേ ചെറുപ്രായത്തിൽ ഉപയോഗിച്ചിരുന്ന കത്തികളും അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, വളരെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു.
അവിടുന്നാണ് അദ്ദേഹം ഇങ്ങനെ പോയി അമേരിക്കൻ പ്രസിഡന്റായിട്ട് 16ാമത്തെ പ്രസിഡന്റായിട്ട് വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അത് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ വിറകൊക്കെ പറക്കി ജീവിക്കുന്ന ഒരു സാധാരണ ഗ്രാമീണ വനിതയായിരുന്നു. വലിയ വലിയ സിറ്റികളും ന്യൂയോർക്ക്, ചിക്കാഗോ ഇങ്ങനെയുള്ള സിറ്റികളുണ്ട്. പക്ഷേ ഇതൊരു ഗ്രാമത്തിൽ ആ സഹോദരി മകനെ ഇങ്ങനെ വളർത്തുന്ന അവസരത്തിൽ മകന് ഒരു ബർത്ത്ഡേ വന്നപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ആ മമ്മിക്ക് ഇല്ലാതെ വന്നപ്പോൾ ആ മമ്മി ചെയ്തത് അവരുപയോഗിച്ച പഴയ വേദപുസ്തകം പൊതിഞ്ഞു കെട്ടി മകന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ, എനിക്കൊരു പുതിയ സമ്മാനം നിനക്ക് വാങ്ങിച്ചു തരാനില്ല, നീ ഇതിൻ്റെ വായനക്കാരനായിരിക്കണമെന്ന് പറഞ്ഞു. എബ്രഹാം ലിങ്കൺ ആ പുസ്തകം നെഞ്ചത്തോട് ചേർത്ത് വെച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകൾക്ക് ദൈവത്തിന് സ്തോത്രം, നമ്മൾ എന്തെല്ലാം കൊടുത്താലും നല്ലത്, എന്നാൽ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ഭക്തിയെയും ബൈബിളിനെയും കൊടുത്താൽ എത്രയോ മനോഹരമായിരിക്കും എന്നുള്ള ഒരു ചിന്തയുടെ ഈ അവസരത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ആ ബൈബിളിന്റെ ഒരു വായനക്കാരനായിട്ട് എബ്രഹാം ലിങ്കൺ ഇങ്ങനെ തീർന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദപുസ്തകത്തിൽ പല അധ്യായങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായിട്ടും അതേ ജീവചരിത്രത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം 34 സങ്കീർത്തനമായിരുന്നു. 34 സങ്കീർത്തനം എബ്രഹാം ലിങ്കന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദപുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ആയിരുന്നു. കൂടെ അദ്ദേഹം അത് വായിക്കുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വായിക്കുമ്പോൾ 34 സങ്കീർത്തനം 5-ാമത്തെ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായവരുടെ മുഖം ലജ്ജിച്ചിട്ടില്ല. അതിന് 8-ാമത്തെ വാക്യം, അവിടാണ് വിഷയം ഞാൻ പറയും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞാട്ടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. എല്ലാവരും ഓപ്പൺ ചെയ്യണ്ട, എല്ലാവരും വാ തുറന്ന് ഹൃദയം തുറന്നെന്ന് പറഞ്ഞാട്ടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ. വളരെ നന്നായിരിക്കുന്നു. നിങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുന്നുണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 8-ാമത്തെ വാക്യം, യഹോവ നല്ലവനെന്ന രുചിച്ചറിവീൻ. അത് എബ്രഹാം ലിങ്കൺ ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തനം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. 5 വിധമായിട്ടുള്ള രുചികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 5 രുചികൾ പറയുമ്പോൾ അത് മനഃശാസ്ത്രപരമായിട്ട് ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമുക്ക് ആ രുചികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. പുളി എന്ന് ഓർക്കുമ്പോൾ ഒരു പുളിക്കുന്നത് പോലെ, അതെ, പുളി. പിന്നെ ഉപ്പെന്ന് പറയുമ്പോൾ അതിനൊരു രുചിയുണ്ട്, ഉപ്പ്. പിന്നീട് എന്തുവാ, കയ്പ്. കയ്പ് എന്ന് പറയുമ്പോൾ പിന്നെന്താ, എരിവ്. എരിവ് അതൊന്നും അത്ര വലിയ മധുരമല്ല. എന്നാൽ മധുരമെന്ന് പറയുന്നത് മധുരം, അതെ, തേനിലും മധുരം ഭേദമല്ലാതിന്നുള്ളുന്നു പുഞ്ചേര. അതുപോലെ യേശുവിൻ നാമം മധുരിമ, ക്രിസ്തോളജിയാ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഒന്ന് മൂളിക്കൂ, എല്ലാവരും ചേർന്നൊന്ന് മൂളിക്കൂ. നമ്മുടെ ക്ലാസ് വളരെ സജീവമാകുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഒന്ന് മൂളണം. യേശുവിൻ നാമം. നാമം, മധുരിമമായിട്ടുള്ള നാമം. നമ്മളിന്ന് ക്രിസ്തോളജിയാണ് പഠിക്കുന്നത്. യേശുക്രിസ്തുവിനെ രുചിച്ച് അറിയുവാൻ യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ വാക്യം പറയാതിരിക്കാനൊക്കത്തില്ല. 1 യോഹന്നാൻ 1-ാമത്തെ വാക്യം, ആദ്യം മുതലുള്ളത് യേശു, ഞങ്ങൾ കേട്ടത് യേശു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് യേശു, ഞങ്ങൾ നോക്കിയത് യേശു, ഞങ്ങളുടെ കൈ തൊട്ടത് യേശു, ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ അനുഭവിച്ചതെല്ലാം യേശു ആകയാൽ കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് ജീവിപ്പാനുള്ള കൃപ ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തന്നല്ലോ. അതുകൊണ്ടാണ് നാഗൽ എന്ന് പറയുന്ന, ഞാൻ ഈ വചനം പഠിപ്പിക്കുമ്പോൾ ചില സഭാചരിത്രത്തിലെയും ചില പ്രത്യേകമായിട്ടുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ ഒന്ന് പറയും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. നാഗൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ നാഗൽ,
ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പേ ഭാരതത്തിൽ വന്ന, കേരളത്തിൽ വന്ന, മലയാള ഭാഷ പഠിച്ച ഒരു സായിപ്പ്, എല്ലാവരും ഓർക്കണം, ഒരു സായിപ്പ്, ജർമ്മൻകാരനായ ഒരു സായിപ്പ് ഇന്ത്യയിൽ വന്ന്, കേരളത്തിൽ വന്ന് 150 വർഷങ്ങൾക്ക് മുൻപേ കുന്നംകുളത്ത് വന്ന്, തൃശ്ശൂർ വന്ന്, അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സുവിശേഷ വേല ചെയ്ത മഹാനായ മിഷണറി വി നാഗൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ വി നാഗൽ, അദ്ദേഹം മലയാളികളായിട്ടുള്ള നമ്മൾ പാടുവാൻ ഒരു പാട്ട് നമുക്ക് അദ്ദേഹം എഴുതി തന്നു. അദ്ദേഹം എഴുതി തന്ന പല പാട്ടുകളുണ്ട്. എഴുതി തന്ന പാട്ടുകൾ നിങ്ങൾക്കറിയാമല്ലോ. സമയാന്തരത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു എന്നുള്ള പാട്ട് വി നാഗൽ എഴുതിയതാണ്. വി നാഗൽ എഴുതി സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര. അതേ കാളവണ്ടിയിൽ ഇങ്ങനെ ആ ദൈവദാസൻ സുവിശേഷത്തിന് വേണ്ടി, അന്ന് കാളവണ്ടികൾ മാത്രമേ ഉള്ളൂ, കാളവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാളവണ്ടിയുടെ ഹിറെന്നുള്ള ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ട് ശരറാന്തൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദൈവദാസൻ കാളവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ചക്രം മുൻപോട്ട് ഓടുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ചക്രം മുൻപോട്ട് ഓടുന്നു. സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. കാളവണ്ടിയുടെ കിറുകിറ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ അതേ ശരറാന്തലിന്റെ വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ട് കർത്താവിന്റെ ദാസൻ വി നാഗൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം എഴുതി തന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് അത് സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര. ഞാൻ സ്വർഗയാത്രക്കാരനാണ്, ഞാൻ യാത്രികനാണ്. അതെ, നമ്മളെല്ലാവരും യാത്രക്കാരാണ്. നമ്മളെല്ലാം യാത്രക്കാരാണ്. എല്ലാവരും ഓർക്കണേ, നമ്മൾ യാത്രക്കാരാണ്. നമ്മളിവിടെ നിൽക്കുന്നില്ല. കുറച്ച് സമയം മാത്രമേ നമുക്ക് യാത്ര ചെയ്യുവാനുള്ളൂ. നമ്മൾ യാത്രികരാണ്, നമ്മൾ യാത്രികരാണ്, നമ്മൾ യാത്രികരാണ്. കർത്താവിന് മഹത്വം. അങ്ങനെ ആ ദൈവദാസൻ മനോഹരമായിട്ടുള്ളൊരു ഗാനം നമുക്ക് വേണ്ടി എഴുതി തന്നു. ഒന്നുകൂടി ഞാൻ പറയാം. മലയാളികൾ പാടുവാൻ, മലയാളികൾ പാടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വി നാഗൽ 150 വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ വന്ന ഒരു സായിപ്പ്, കേരളത്തിൽ വന്ന് ജർമ്മൻ ഭാഷക്കാരനായ അദ്ദേഹം മലയാളം പഠിച്ച് നമുക്ക് പാടുവാൻ ഒരു ഗാനം എഴുതി തന്നു. ആ ഗാനത്തിൽ യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി, കൃഷ്ണാളയായത് കേട്ടോ, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവേ കാംക്ഷിക്കുന്നു ഞാൻ. കരയാൻ മനസ്സുള്ളവർ കരയുക, കുറിക്കാൻ മനസ്സുള്ളവർ കുറിക്കുക. യേശുവെ പോലെ ആകുവാൻ. എൻ്റെ റോ മോഡൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, യേശുവാണ് എൻ്റെ മോഡൽ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ എന്നെ അറിയുവാൻ, ഇത് ഞാൻ പറയുമ്പോൾ ഫാനി ക്രോസ്ബിയെ കുറിച്ചൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് വരികയാണ്. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ആളെ, സഹോദരിമാരെ നിങ്ങൾക്കറിയാമോ? സഹോദരന്മാരെ നിങ്ങൾക്കറിയാമോ? ജന്മനാൽ അന്ധയായിരുന്ന ഒരു മാതാമ, ഒരു കൊച്ചാണ് ഫാനി ക്രോസ്ബി എന്ന് പറയുന്നത്. ഫാനി ക്രോസ്ബി അന്ധയായിരുന്നു. അവരോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അന്ധയായിരിക്കുന്നതിന് വലിയ വിഷമമുണ്ടോ? ഇല്ല 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 ഇല്ല, എൻ്റെ കണ്ണ് നിത്യതയിൽ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം കാണേണ്ടത് യേശുവിനെയാണ് കാണേണ്ടത്, യേശുവിനെയാണ് കാണേണ്ടത്. കർത്താവിന് മഹത്വം. അങ്ങനെ പറഞ്ഞ ഫാനി ക്രോസ്ബി ചരിത്രത്തിൽ നിന്ന് പറയുകയാണ്, ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് പറയുകയാണ്, ഗാനനിർമ്മിതാക്കളുടെ ഏടുകളിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ആ മകള്, ആ ദൈവത്തിൻ്റെ ദാസി, അവൾ അന്ധിയായിരുന്നപ്പോൾ പല ഗാനങ്ങൾ എഴുതി. അതെ, ഹല്ലേലൂയ. അവൾ അന്ധയായിരുന്ന അവസരത്തിൽ അതേ ഫാനി ക്രോസ്ബി എഴുതിയ മനോഹരമായൊരു ഗാനമാണ്, യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സാരോ പുതിയതായി. അതിനകത്തെ ആദ്യത്തെ ചരണങ്ങൾ, യേശുവൻ സ്വന്തം, യേശുവിൻ്റെ സ്വന്തം എന്ന് പറയുവാൻ. അത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള അറിവുകളിലല്ല, നമ്മൾ യേശുവിനോട് ചേർന്നിങ്ങനെ ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്നിങ്ങനെ നടക്കുകയാണ്, ക്രിസ്തുവിനോട് ചേർന്നിങ്ങനെ പോവുകയാണ്, ക്രിസ്തുവിനോടൊപ്പം നമ്മൾ നിൽക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ
പഠിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ ഒന്ന് അറിയണമെന്നുള്ള ആഗ്രഹം വന്ന ആളുകൾ നിരവധി ആളുകളാണ്. സഖായി എന്ന് പറയുന്ന ആളിനെ യേശുവിനെ ഒന്ന് അറിയണമെന്ന്, യേശുവിനെ ഒന്ന് കാണണമെന്നൊരു വലിയൊരു ഒരു ചിന്ത വന്നു. എവിടാണ്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എവിടാണ്? 19 അധ്യായത്തിൽ എവിടാണ്? 19ന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള നല്ലൊരു ആഗ്രഹം. യേശുവിനെ ഒന്ന് കാണണമെന്ന്. സ്തോത്രം. യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം. അത് യേശു എങ്ങനെയുള്ളവനെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ ഈ മനുഷ്യൻ സഖായി എന്ന് പറയുന്ന ആള്, പുള്ളിയെക്കുറിച്ച് നമുക്ക് എവർക്കും അറിയാം. നീളം കുറഞ്ഞൊരു മനുഷ്യനാണ്. നീളം കുറഞ്ഞൊരു പണ്ഡിത രമാഭായിക്ക് നിങ്ങൾക്കറിയാമോ? സൗരിമാരെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പണ്ഡിത രമാഭായി എന്ന് പറയുന്ന മറാഠി ഭാഷയിൽ വേദവസ്തം വിവർത്തനം, എല്ലാ സൗരിമാരെ ശ്രദ്ധയ്ക്ക്, മറാഠി ഭാഷയിൽ വേദവസ്തം വിവർത്തനം ചെയ്ത പണ്ഡിത രമാഭായി, അത് നിന്നുകൊണ്ടാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത്, നിന്നുകൊണ്ടാണ് ചെയ്തത്. ഹൈന്ദവ മതാചാരപ്രകാരമുള്ളൊരു സഹോദരിയായിരുന്നു. അവരുടെ പിതാവ് മരിക്കുന്ന സന്ദർഭത്തിൽ അത് സത്യം കണ്ടെത്തിയോ പിതാവേ എന്ന് ചോദിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, പണ്ഡിറ്റ് പറഞ്ഞു, ഇല്ലില്ല മോളെ, സത്യം ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഹൈന്ദവ പ്രസിദ്ധമായിട്ടുള്ള ദേവാലയങ്ങളിൽ അത് ദൈവഗാനങ്ങളൊക്കെയും പാടുന്ന സമ്പ്രദായമുണ്ടായിരുന്ന, ജോലിയുണ്ടായിരുന്ന ആ കുടുംബം ഇങ്ങനെ സഞ്ചരിച്ച വരവേ പിതാവ് മരിക്കുമ്പോൾ ചോദിച്ചു, സത്യം കണ്ടോ അപ്പാ? സത്യം കണ്ടോ? ഇല്ലല്ല മോളെ, സത്യം ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്ന അവസരത്തിലാണ് പണ്ഡിത രമാഭായിക്ക്, എല്ലാവരും ചരിത്രം പഠിക്കേണ്ടതാണ് കേട്ടോ, എല്ലാവരും പണ്ഡിത രമാഭായിയുടെ ചരിത്രം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. പണ്ഡിത രമാഭായി ആ സന്ദർഭത്തിലാണ് യേശുവിനെ കണ്ടുമുട്ടി. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിച്ച ക്രിസ്തുവിനെ കണ്ടെത്തി. അവര് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആത്മീയമായിട്ടുള്ള പെന്തക്കോസ്തിന്റെ ആദ്യത്തെ ഉണർവ് പണ്ഡിത രമാഭായിയുടെ ആശ്രമത്തിലാണ്. ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് പഠിച്ചാൽ അങ്ങനെയാണ്. ആധുനിക പെന്തക്കോസ്തിന്റെ ഉണർവുകൾ പൂനെയിൽ അവരുടെ ആശ്രമത്തിലാണ് ഉണ്ടായത്. യോഹന്നാന്റെ സുവിശേഷം ഒരു സന്ധ്യയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എവിടുന്നോ ദൈവത്തിന്റെ സ്പർശനം വരുന്നത് പോലെ അവർക്കിങ്ങനെ അനുഭവപ്പെട്ടു. പാവപ്പെട്ട വിധവുമായിട്ടുള്ള ആളുകൾക്ക് യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവര് ആ വായനകൾ കേട്ടപ്പോൾ ചലിക്കുവാൻ തുടങ്ങി. അവരുടെ നാവുകൾ ചലിക്കുവാൻ തുടങ്ങി. ദർശനങ്ങൾ കാണുവാൻ തുടങ്ങി. അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ പെന്തക്കോസ്തലിസം, അങ്ങനെ ആധുനിക പെന്തക്കോസ്തലിസം അങ്ങനെ ആരംഭിച്ചതിന് കാരണമായി ഭവിച്ച പണ്ഡിത രമാഭായി, എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണം. പണ്ഡിത രമാഭായി എന്താ പറയാനുള്ളവരെ, ആ സഹോദരി 4.5 അടി നീളം അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ഗ്രന്ഥത്തിൽ വായിച്ചു, 4.5 നീളക്കുറവുള്ള പല ആളുകൾ നമുക്കുണ്ട്. നമുക്കൊരു ഉണ്ടപ്പുക്രുണ്ട്, എന്താ സിനിമയിലാണ് ഒരു മാന്യദേഹം, അങ്ങനെ ഒരാളുണ്ട്. പിന്നെ കുഞ്ഞുണ്ണി മാസ്റ്റർ എന്ന് പറയുന്ന ഒരാള്, ഞാൻ ഒത്തിരി വായനക്കാരനായതുകൊണ്ട് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ നീളക്കുറവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നീളക്കുറവാണ് എൻ്റെ നീളമെന്ന് പറഞ്ഞു. കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത് ഭയങ്കര കവിയായിരുന്നു. ഭയങ്കര കേരളം അറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. നീളക്കുറവാണ് എൻ്റെ നീളമെന്ന് പറഞ്ഞു. ഏതായാലും സഖായി എന്ന് പറഞ്ഞ പുള്ളി ഈ നീളക്കുറവുള്ള ഒരു പുള്ളിയായിരുന്നു. പുള്ളി ഇതാ ഈ അത്തിയുടെ മുകളിൽ പോയി ഇരുന്നു. പുള്ളിക്ക് ഒരാഗ്രഹമുണ്ട്, പുള്ളിയെ ആരും കാണരുത്, പ്രത്യേകിച്ച് യേശു പുള്ളിയെ കാണരുത്. പുള്ളി അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ യേശുവിനെ കാണണമെന്ന് നല്ലൊരു ആഗ്രഹം. നിങ്ങൾക്ക് നല്ലൊരു ആഗ്രഹമുണ്ടോ? വചനം പഠിക്കണം നല്ലൊരു ആഗ്രഹം നിങ്ങൾക്ക് വന്നിരിക്കുക. സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കണം നല്ലൊരു ആഗ്രഹം. എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം വന്നിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവവചനം പഠിക്കുന്നത്. നല്ലൊരു ആഗ്രഹം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണം. എല്ലാവരും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നവരായിരിക്കണം കേട്ടോ. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. വലിയ വലിയ പ്രസംഗം പറഞ്ഞാനോ വലിയ പരസ്യവും നടത്താനോ ഒന്നും നിങ്ങൾക്ക് സ്ഥലങ്ങളോ ഇടങ്ങളോ സാഹചര്യങ്ങളോ ഉള്ള അങ്ങനെയുള്ളവരങ്ങനെ പൊയ്ക്കോ, അങ്ങനെ നടത്തിക്കൂ. ദൈവം നിങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നോ, ദൈവം നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യുക എന്നുള്ളത്. ഒരു ടി വിക്കാരൻ ഒരാൾ എന്നോട് ചോദിച്ചു, സാറിന് ഇപ്പോൾ ഏത് സൂക്ഷ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് ചോദിച്ചു. ഏത് സൂക്ഷയാണ്? അപ്പോൾ അവരുടെ മനസ്സിൽ വെച്ചിരുന്നത്, ഞാൻ ഈ സഭയുടെയൊക്കെ ഒരു അധികാരിയായിട്ടും പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ തലങ്ങളാണോ ഏറ്റവും ഇഷ്ടമെന്നൊരു ചോദ്യം ഒരു ചോദ്യം
വളരെ അറ്റൻഷനായിട്ട് ഒരാൾ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, ഏറ്റവും വലിയ ഇഷ്ടമൊന്നും, ഏറ്റവും വലിയ സന്തോഷമുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അതാ ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ എന്തായിരിക്കുന്നുവോ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് ആ നിലകളിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം നിങ്ങൾ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത്. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അതൊരു ബിബ്ലിക്കൽ തിയോളജിക്കൽ ടെർമിനോളജി പറയുകയാണ്. എന്ത് ദൈവം നമ്മളെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ അകത്ത് 100% സന്തോഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും അതിൽ തൃപ്തി കണ്ടെത്തുകയും ചെയ്യുവാൻ തക്ക നമുക്കിടയായി തീരണമെന്നൊരു തിയോളജിക്കൽ കമന്റ് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കർത്താവിന് മഹത്വം. അത് നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ട് വരട്ടെ. ഈ സഖായിയെ സംബന്ധിച്ചിടത്തോളം പലവിധമായിട്ട് തടസ്സങ്ങളുണ്ട്. നീളക്കോർ ഒരു തടസ്സമാണ്. പിന്നെ വേറെ തടസ്സങ്ങളുണ്ട്. പുള്ളി ചതിവായിട്ട് വല്ലതും വാങ്ങിച്ചുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ, ഈ പുള്ളി ചതിവായിട്ടൊക്കെ വാങ്ങിച്ചൊരു പുള്ളി കൂടിയാണ്. വാങ്ങിച്ചൊരു പുള്ളിയാണ്. അതുകൊണ്ടാണ് കർത്താവിനെ കണ്ടപ്പം തന്നെ പുള്ളി അങ്ങ് പറഞ്ഞു, ചതിവായിട്ട് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കാവെന്ന് പറഞ്ഞു. കർത്താവിനെ ശരിയായിട്ട് കണ്ടാലുണ്ടല്ലോ, അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുകയും നമ്മളെ തന്നെ പറയുകയും ചെയ്യും. ഹൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. സ്തോത്രം. ഏതായാലും പെട്ടെന്ന് ഇറങ്ങി വന്നു. ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിൽ നോട്ട് ചെയ്യേണ്ട 2-3 വാക്കുകൾ ഞാനിങ്ങനെ നോട്ട് ചെയ്തു. അത് ആ വഴിയായി യേശു ഇങ്ങനെ വരികയായിരുന്നു. ലൂക്കോസ് 19:4 ആ വഴിയായി യേശു വരികയായിരുന്നു. ആ വഴി എവിടെ? ഒരു സ്വല്പം നിൽക്കണമേ. നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളായിരുന്ന വഴിയിലൂടെ യേശു വന്നു. കർത്താവിന് മഹത്വം, ഹല്ലേലൂയ. എല്ലാവരും രക്ഷിക്കപ്പെട്ട ദിവസമെന്ന് ഓർത്തേ, സ്ഥാനപ്പെട്ട ദിവസമെന്ന് ഓർത്തേ, അഭിഷേകം പ്രാപിച്ച ദിവസമെന്ന് ഓർത്തേ, ആ വഴി യേശു വരികയായിരുന്നു. ആ വഴിയിലൂടെ യേശു വരികയായിരുന്നു. അത് ലൂക്കോസ് 19:8 4 ഭാഗം. യേശു ആ വഴിയായിട്ട് വരികയായിരുന്നു. യേശു വന്നതിൻ്റെ ആ ദിവസത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ റാന്നിയിലെ വെച്ചൂച്ചിറ എന്ന് പറയുന്ന ലാലു ജേക്കബ് പാസ്റ്ററുടെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് വെച്ചൂച്ചിറയിലുണ്ട്. കർത്താവിന് മുഖത്ത് അവരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒത്തിരി ബന്ധങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഏർപ്പെടാനുള്ള കൃപ കർത്താവ് നൽകി തന്നു. അതേ വെച്ചൂച്ചിറയിൽ നിന്ന് കുന്നമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇലക്ട്രിസിറ്റിയുടെ സൗകര്യങ്ങളോ കറണ്ടോ റോഡിൻ്റെ സൗകര്യം ഇപ്പോഴല്ല, പഴയ കാലം ഒന്നും ഇല്ലാതിരുന്ന സ്ഥലത്തൊരു ഗ്രാമത്തിൽ അതേ ഒരു സാധാരണ കൃഷിക്കാരൻ്റെ മകനായിട്ട് ഞാനിങ്ങനെ ജനിച്ചു. അതേ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു പിതാവിൻ്റെ, എൻ്റെ അമ്മയ്ക്ക് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുണ്ട്, 7ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അങ്ങനെ ഒരു മകനായിട്ട് ഞാനിങ്ങനെ ഒരു കർഷകൻ്റെ മകനായിട്ട് ഇങ്ങനെ ജനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അതേ എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എല്ലാവരും രക്ഷിക്കപ്പെട്ട നാളുകളൊന്നും ഓർക്കുക, കർത്താവിനോട് സമർപ്പിക്കപ്പെട്ട അതേ എൻ്റെ 18ാമത്തെ വയസ്സിൽ ആ വഴി യേശു വരികയായിരുന്നു. ആ വഴിയിലൂടെ യേശു വരികയായിരുന്നു. ആ വഴിയിലൂടെ യേശു വരികയായിരുന്നു. നമ്മളായിരിക്കുന്ന വഴിയിലൂടെ നടന്നു വന്ന യേശു, നമ്മളായിരിക്കുന്ന ആ സ്ഥലത്തൂടെ ഇറങ്ങി വന്ന യേശു, കർത്താവിന് മഹത്വം, ഇറങ്ങി വരികയായിരുന്നു. അതെ, കാണുവാനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അടുത്തടുത്ത് വരും. ഒരു തിയോളജിക്കൽ കമന്റ് ഞാൻ പറയാം. ദൈവത്തോടെ യേശുവിനോട് ഒരടി അടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശു 2 അടി നിങ്ങളോട് അടുത്ത് വരും. ഒന്നുകൂടി ഞാൻ പറയാം. യേശുവിനെ അറിയാൻ, യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ നിങ്ങൾ ഒരടി വെക്കുമ്പോൾ, അതൊരു കമന്റാണ്, ഒരടി വെക്കുമ്പോൾ 2 അടി യേശു നിന്റെ കൂടെ അടുത്ത് വരുമെന്നേ, ഓടിപ്പോകത്തില്ല. നിങ്ങൾ ഒരടി യേശുവിന് വേണ്ടി, യേശുവിനെ അറിയുവാൻ യേശുവിൻ്റെ അടുത്തിലേക്ക് ഒരടി വെച്ചാൽ 2 അടി യേശു നിങ്ങളുടെ അടുത്തിൽ വരും. കാരണം യാക്കോബിന്റെ ലേഖനം 4:6 വാക്യത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തോട് അടുത്ത് വരുവിൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും.
പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്താലുണ്ടല്ലോ വാലി ചുരുട്ടി ഓട്ടമാ. ഞാൻ ഈ വാക്യം വെച്ചുകൊണ്ട് ഒരിക്കലും നിന്ന് പ്രാർത്ഥിച്ചു. ഏതാ യാക്കോബിന്റെ ലേഖനം ഈ 4-ാം അധ്യായത്തിൽ ഒരു 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഈ വാക്യം വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. അപ്പോൾ എനിക്ക് ഒത്തിരി കരച്ചിലും വന്നു, സന്തോഷവും വന്നു, ദൈവത്തിന്റെ കൃപയും വന്നു. അപ്പോൾ തന്നെ ഒത്തിരി ചിരിയും വന്നു. ചിരി വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ യാക്കോബ് 4:7 ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. പിന്നെ പറഞ്ഞിരിക്കുന്നു ദൈവം നിങ്ങളോട് അടുത്ത് വരും എന്നുള്ള വാക്യത്തിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മളോട് 2 സ്റ്റെപ്പ് അടുത്ത് വരും കേട്ടോ. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പഠിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തോട് യേശുവിനോട് ഒരടി അടുത്ത് വരുമ്പോൾ 2 അടി യേശു നിങ്ങളോട് അടുത്ത് വരും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അടുത്തു വന്നു, ഇറങ്ങി വന്നു. അത് സ്റ്റെപ്പുകൾ ചവിട്ടി താഴോട്ട് വന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യം. താഴോട്ട് വന്നു. അതേ, സ്വർഗത്തിലിരിക്കുമ്പോൾ ദൈവത്തോടെ സാദൃശ്യം മുറുകെ പിടിച്ചോന്ന് വയ്ക്കാതെ ദാസരുമെടുത്ത് ഇറങ്ങി സ്റ്റെപ്പ് ചവിട്ടി ക്രിസ്തോളജിയ യേശുവിന്റെ ശാസ്ത്രമാ ഇറങ്ങി ഇങ്ങനെ വന്നു. അത് അങ്ങനെ വന്നതുപോലെ നമ്മളെ തേടി വന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരടി മുൻപോട്ട് വെക്കുമ്പോൾ 2 അടി ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ്. എന്നാൽ ഈ ഭാഗം വായിച്ച ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒത്തിരി ചിരിച്ച കാരണം ഇതാണ്. നിങ്ങളൊന്ന് ചിരിച്ചു വാക്യം നോക്കിയിട്ട്. എല്ലാവരും വലിയ ഗൗരവമായിട്ട് അങ്ങ് ഇരിക്കാതെ ഇടയ്ക്ക് ചിരിക്കാൻ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ചിരിക്കുകയും, പിന്നെ കരയാൻ വരുമ്പോൾ കരയുകയും, പിന്നെ സ്വോത്രം പറയുമ്പോൾ സ്വോത്രം പറയും, എല്ലാം കൂടെ ഒന്നിച്ചു പോകുന്നതാണ് നമ്മുടെ ക്ലാസിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം എനിക്ക് ചിരി വന്ന ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിന്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ നിങ്ങളെ ഓടിപ്പോകും എന്നുള്ള വാക്യം വായിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വാലി ചുരുട്ടി പുള്ളി ഒറ്റ ഓട്ടമാണ്, പിശാച് ഓട്ടമാണ്. പിശാചിനോട് എതിർത്ത് നിന്നാൽ പുള്ളി എന്തോ ചെയ്യും? വാലും ചുരുട്ടി ഓടിപ്പോകുന്ന ഒരു കാഴ്ച. സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വന്നിട്ട് പിശാചിന്റെ പൊസിഷൻ എന്താണ് നിങ്ങൾ നോക്കിയാൽ വാലും ചുരുട്ടി പുള്ളി പോകുന്ന പോക്ക്, വാലും ചുരുട്ടി പോവുകയാണ്. യേശു നിങ്ങളോട് അടുത്ത് വരികയാണ്. യേശുവിനെ അറിയുവാൻ സക്കായിക്ക് ഒരു ആഗ്രഹം വന്നു. അതുപോലെ തന്നെ യവനന്മാർക്ക്, ഇത് പറയുമ്പോൾ അതുകൊണ്ടും പറയാതിരിക്കാനൊക്കത്തില്ല, യവനന്മാർക്ക് യേശുവിനെ കാണണമെന്നൊരു താല്പര്യം വന്നു എന്ന് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യവനന്മാർക്ക് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, അവർക്ക് യവനന്മാർക്ക് ഗ്രീക്കുകാർക്ക് ഫിലോസഫിയാ, വലിയ ജ്ഞാനികളായിട്ടുള്ള ആളുകളാണ്. ഏതായാലും അവർക്കൊരു ആഗ്രഹം വന്നു. യോഹന്നാന്റെ സുവിശേഷം 12:20 പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ യജമാനൻ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്, യേശുവിനെ അറിയാൻ താല്പര്യമുണ്ട്, യേശുവിനെ കാണുവാനുള്ള താല്പര്യമുണ്ട് എന്ന് നല്ലൊരു താല്പര്യമാണ്. അവര് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും ചേർന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. യേശു അപ്പോൾ പറഞ്ഞ മറുപടിയാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ. അതെല്ലാവരും ഓർക്കണം. യവനന്മാര് കാണാൻ വന്നപ്പോൾ ക്രിസ്തു പറഞ്ഞ മറുപടിയാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെ. യേശുവിന്റെ മറുപടി: ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ വളരെ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞാൽ അത് കർത്താവിനെ കുറിച്ച് പറയായിരുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാൻ പോകുകയാണ്. അത് ചാകുമ്പോൾ പുതിയൊരു സസ്യമായിട്ട് വരുന്നത് പോലെ. അത് നമ്മള് പെരുമ്പടവം ശ്രീധരൻ എന്ന് പറയുന്ന മാന്യദേഹം ജീവിച്ചിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരുന്നു. കേരള സാഹിത്യ സമിതിയുടെ അക്കാദമിയുടെ ചെയർമാനായിരുന്നു ശ്രീധരൻ സാറ്.
അദ്ദേഹം വലിയ പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ സങ്കീർത്തനം ഒക്കെ അദ്ദേഹത്തിന്റെ എഴുത്തിൻ്റെ അകത്തുള്ള ഒരു ഭാഗം ഞാൻ ഈ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തു. അത് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണ്: മെതിക്കളം അന്വേഷിക്കുന്ന ഗോതമ്പ് മണി. അദ്ദേഹത്തിന്റെ ഒരു മെതിക്കളം അന്വേഷിക്കുന്ന ഗോതമ്പ് മണി, മെതിക്കളം അന്വേഷിക്കുന്ന ഗോതമ്പ് മണിയെ പോലെ മെതിക്കളം അന്വേഷിക്കുക. ആ പ്രയോഗം ക്രിസ്തു പറഞ്ഞ പ്രയോഗത്തിലാണ്. ഗോതമ്പ് മണി തനിയെ ഇരിക്കുമെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടെ അത് കർത്താവിനോട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ പിറകിയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്റ്റോളജി ഇങ്ങനെ പഠിക്കുമ്പോൾ ഇന്ന് ഞാൻ അയച്ച നോട്ടിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഇത് പറയുന്നില്ല, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ നമ്മളിങ്ങനെ പറയുകയാണ്. ഏതാ യേശുക്രിസ്തുവിൻ്റെ നാമങ്ങൾ, പേരുകൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ പേരുകൾ, അത് യേശുവിൻ്റെ വിവിധ നാമങ്ങൾ. ദ നെയിംസ് ഓഫ് ജീസസ്, ദ നെയിംസ് ഓഫ് ജീസസ്, ദ നെയിംസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ പേരുകൾ, ദ നെയിംസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ പേരുകൾ. യേശുവിൻ്റെ പേരുകൾ ഇങ്ങനെ പറയുമ്പോൾ പല പേരുകൾ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആ നോട്ട് എല്ലാവരും ക്രമീകരിച്ച് നോട്ട് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുന്നു, നന്നായിരിക്കും. യേശുവിൻ്റെ പേരുകൾ അവിടെ ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? യേശുവിൻ്റെ പേരുകളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ, ഒന്ന് യേശു എന്നുള്ള പേര്, യേശു എന്നുള്ള പേര്. രണ്ട് ക്രിസ്തു എന്നുള്ള പേര്. മൂന്ന് ദൈവപുത്രൻ എന്നുള്ള പേര്. നാല് മനുഷ്യപുത്രൻ എന്നുള്ള പേര്. അഞ്ച് കർത്താവ് എന്നുള്ള പേര്. ആറ് രക്ഷകൻ എന്നുള്ള പേര്. പിന്നെ മറ്റു ചില പേരുകളും ഉണ്ട്, അതും ആ നോട്ടിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ പേരുകൾ പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നമ്മൾ പഠിക്കാൻ വരുന്നത് യേശു എന്നുള്ള പേര് തന്നെ. യേശു എന്നുള്ള പേര് എങ്ങനെ വന്നെന്ന് ഞാൻ ഒന്ന് രണ്ട് വാക്കുകളിൽ ഞാൻ ഒന്ന് ഓർപ്പിക്കാം. യേശു എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയും. അത് യേശു എന്നുള്ളത് യവനായ നാമത്തിൽ ഈസൂസ്, IESOUS, ഈസൂസ് എന്നുള്ള യവന നാമം, ഗ്രീക്ക് നാമത്തിൽ നിന്നാണ് യേശു. യേശു എന്നുള്ളതിൻ്റെ ഗ്രീക്ക് നാമമാണ് ഈസൂസ്, IESOUS, ഈസൂസ് യവനനാമം. എബ്രായ നാമം, ഗ്രീക്ക് നാമം എബ്രായ നാമത്തിൽ യഹോവാശുവ, അതിന് യോശുവ എന്നുള്ള വാക്കൊക്കെ അങ്ങനെയാ വന്നത്. എബ്രായ നാമം, അത് യേശു എന്നുള്ളതിൻ്റെ എബ്രായ നാമമാണ് യഹോവാശുവ. ഈസൂസ് എന്ന ഗ്രീക്ക് നാമവും യഹോവാശുവ എന്നുള്ളത് എബ്രായ നാമവുമാണ്. അതിൻ്റെ മലയാളമാണ് യേശു. സ്തോത്രം. യേശുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നമ്മൾ ഇത്രയും നാളും വചനമൊക്കെ വായിച്ചല്ലോ. കർത്താവായ യേശു ക്രിസ്തു എന്ന് വേദപുസ്തകത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന് ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് ബൈബിളിന്റെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടുള്ള പേരതാണ്, കർത്താവായ യേശു ക്രിസ്തു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു എന്ന് പറയും. യേശു എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും കർത്താവ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും പൂർണ്ണമായിട്ടുള്ള പേര് കർത്താവായ യേശു ക്രിസ്തു. യാക്കോബ് 1:1, യാക്കോബ് 2:1. കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ കർത്താവായ ഇനി ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നു, ഉത്തരം നമ്മളെല്ലാവരും കണ്ടെത്തതാണ്. യേശുക്രിസ്തുവിനെ യേശുക്രിസ്തു എന്ന് എവിടാ പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ ചോദ്യം ഇതാണ്. യേശുക്രിസ്തുവിനെ പൗലോസും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തു ആണെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് എവിടാ പറഞ്ഞിരിക്കുന്നത്? ബുദ്ധിമുട്ടിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തു,
യേശു ക്രിസ്തു നീ അയച്ചിരിക്കുന്നതെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞു. എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുന്നത്, യേശു ക്രിസ്തു എന്ന് പല സ്ഥലത്തും ഉണ്ട്. യേശു ക്രിസ്തു തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 1. നമ്മളെല്ലാം ഇത് ക്രിസ്തോളജിയിൽ യേശു എന്നുള്ള അത് ആ പേരിൽ ഇങ്ങനെ വരികയാണ്. യേശു എന്നുള്ള പേര് എൻ്റെ അർത്ഥം എന്താണെന്ന് കർത്താവിൻ്റെ ദൂതൻ, തിയോഫാനി ഓഫ് ഏഞ്ചൽസ്, ദൂതന്റെ പ്രത്യക്ഷത അത് യോസഫിനുണ്ടായി, മറിയയ്ക്കുണ്ടായി, പല ആളുകൾക്കുണ്ടായി. പ്രധാനമായിട്ട് മറിയയ്ക്ക് വന്നു, യോസഫിന് വന്നു. യോസഫ് യേശുവിൻ്റെ വളർത്തു പിതാവാണ്. യേശുവിനെ അത് ഗർഭം ധരിച്ചിരിക്കുന്ന അവസരത്തിൽ ആ നീതിമാനായ ആ നല്ല മനുഷ്യൻ യോസഫിനെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് എന്തോ പറഞ്ഞു. മത്തായി 21 അധ്യായത്തിൻ്റെ അത് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താണ് നമ്മൾ വായിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അത് ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെ സംസാരിക്കുക. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കും മത്തായി 1 അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, 21-22-ാമത്തെ വാക്യം. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം തൻ്റെ ജനങ്ങളെ പാപത്തിന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന് ഇതേ പറയാൻ പോവുക. യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. രക്ഷകൻ എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, രക്ഷകൻ. എല്ലാവരും പാത്രമെന്ന് പറഞ്ഞ രക്ഷകൻ. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. എൻ്റെ രക്ഷകൻ നെഞ്ചത്ത് കൈവച്ച് പറ, എൻ്റെ രക്ഷകൻ. അങ്ങനെ ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ എൻ്റെ രക്ഷകൻ. വളരെ ഭംഗിയായിരിക്കുന്നു. ചിലർക്ക് ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത ആളുകൾ നിങ്ങളുടെ സാഹചര്യത്തിലായിരിക്കാം, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങൾ ആ വാക്യം, എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ രക്ഷകൻ, മൈ കുറിയോസ് ആൻഡ് മൈ തെയോസ്, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷിതാവും. തോമസാ പറയും, എൻ്റെ രക്ഷിതാവും എന്ന് തോമസ് അപ്പോസ്തലൻ പറഞ്ഞു. അത് വളരെ നെഞ്ചത്തെ കൈ 2 പ്രാവശ്യം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ എൻ്റെ ദൈവം. ദൈവം, എൻ്റെ കർത്താവ്. ചെറിയൊരു കുഴപ്പമുണ്ടെങ്കിൽ അത് മാറിക്കോളൂ. നല്ലോണം കൈ അടിച്ച് പറയാം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ കർത്താവും എൻ്റെ എൻ്റെ ദൈവവും, കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമാകുന്നു. എൻ്റെ ദൈവം. ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുവാനത്. അത് അവരെ പകർത്തിയതാ കേട്ടോ, അവരെ പകർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യന്മാരെ, എന്നെ പഠിപ്പിച്ച ദൈവദാസന്മാരെ, പാസ്റ്റർ കെ എബ്രഹാം സാറ് തുടർച്ചയായിട്ട് ഇന്ത്യ പെന്തിക്കോസ്ത് സഭയുടെ സ്ഥാപക പ്രസിഡന്റ്, തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ ഞങ്ങൾ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ അത് ഇന്ത്യ പെന്തിക്കോസ്ത് സഭയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന കെ എബ്രഹാം സാറിൻ്റെ വാക്കുകൾ ഞാനിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പാസ്റ്റർ എം ഇ ചാക്കോയുടെ, കാനമച്ചൻ്റെ തുടങ്ങിയ TM വർഗീസ് തുടങ്ങിയ ആളുകൾ, ലാലു ജേക്കബ് സാറിന് ചെറിയൊരു ചിരി വരുന്നു, അദ്ദേഹത്തിന് അറിയാം. അവരുടെയൊക്കെ ക്ലാസ്സുകളിൽ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിച്ചത് കൊണ്ട് എൻ്റെ അധ്യാപകരാരാന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അധ്യാപകരാരാന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രമുണ്ടേ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ അധ്യാപകരെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗം കൂടെ പകർത്തിക്കൊണ്ട് ഞാൻ പറയാം, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം. എല്ലാവരും നെഞ്ചത്തടിച്ചോ, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം. എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം, കർത്താവ് ദൈവം, കർത്താവ് ദൈവം. ഒന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എൻ്റെ എൻ്റെ ദൈവം. കർത്താവും എൻ്റെ ദൈവവും. എൻ്റെ കർത്താവ് എൻ്റെ ദൈവം. ഓടുന്നത് പോലെ, ഒന്ന് ഉന്മേഷമായിട്ടിരിക്കുന്നത് പോലെ, ഒരു സന്തോഷം കിട്ടുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആയുർവേദ ചികിത്സക്ക് പറഞ്ഞു, ഇങ്ങനെ ആയുർവേദ വൈദ്യര് പറഞ്ഞ നേരം വെളുത്ത് ഇങ്ങനെ വിരൽ ഇങ്ങനെ അടിക്കുന്നത് നല്ലതാണെന്ന്. അപ്പൊ അങ്ങനെ ആയുർവേദത്തിന്റെ ഡോക്ടർ ഒരാളോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, നമ്മൾ സഭായോഗത്തിനൊക്കെ ഇങ്ങനെ അടിക്കുന്ന എന്ത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ,
യേശു എന്നുള്ള പേരിന്റെ അർത്ഥം രക്ഷിതാവെന്ന, സേവ്യർ. ഇനി ഒരു കാര്യം പറയാൻ പോവാ. ലോകത്തിൽ ഒത്തിരി മതഭക്തന്മാര്, മതഗുരുക്കള്, പ്രവാചകന്മാര്, എഴുത്തുകാര്, സയൻസുകാര്, സയൻസ് ഉള്ള ആളുകള്, പ്രവാചകന്മാര്, പ്രവാചികള്, ഉദ്ധാരകന്മാര്, ഫിലോസഫേഴ്സ്, ചരിത്രകാരന്മാര്, ഹിസ്റ്റോറിയൻസ്, കവികള്, കവിയത്രികള്, എഴുത്തുകാര്, ലോകത്തിൽ നിരവധി ആളുകൾ ഉണ്ട്. എന്നാൽ രക്ഷകൻ യേശു മാത്രമാണ്. ദൈവത്തിന് ഹല്ലേലൂയ. യേശു മാത്രമാണ് രക്ഷകൻ. ഒത്തിരി മതനേതാക്കന്മാരുണ്ട്, മതഗുരുക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്, കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, രാഷ്ട്ര നിർമ്മാതാക്കളുണ്ട്. എന്നാൽ രക്ഷകൻ യേശു മാത്രം. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആ രക്ഷകൻ, ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ രക്ഷകൻ, എൻ്റെ രക്ഷകൻ എന്ന് പറയുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു എന്നുള്ള നാമം, യേശുവിൻ്റെ നാമം, അത് ഫിലിപ്പിയർ ലേഖനം 2:10, യേശുവിൻ്റെ നാമത്തിങ്കൽ, യേശുവിൻ്റെ നാമം, അത് ഇറങ്ങി വന്ന നാമം. അപ്പോസ്തലപ്രവൃത്തി 4:12 റെഫറൻസ് ആ നോട്ടിനകത്ത് ഇല്ലാത്തതാണ്. റെഫറൻസ് കുറിക്കുന്നവർ കുറിച്ചു. ഫിലിപ്പിയർ 2:10 യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകയുടെയും ഭൂലോകയുടെയും അതുപോലെ മുഴങ്ങാലൊക്കെയും മടങ്ങുക തന്നെ ചെയ്യും. ഹിറ്റ്ലറിന്റെ, മുസോളിനിയുടെ, ഷാർലിമേന്റെ, സീസറിന്റെ എന്ന് വേണ്ട ലോകത്തിൽ വൻകിട ആളുകൾ, സോക്രട്ടീസിന്റെ, അരിസ്റ്റോട്ടിന്റെ എന്ന് വേണ്ട വൻകിട, രവീന്ദ്രനാഥ ടാഗോറിന്റെ, മഹാത്മാ ഗാന്ധിജിയുടെ, ജവഹർലാൽ നെഹ്റുവിന്റെ എന്ന് വേണ്ട, ഹിറ്റ്ലറിന്റെ, മുസോളിനിയുടെ എന്ന് വേണ്ട, നെപ്പോളിയന്റെ, ചാർലിമേന്റെ, സീസറിന്റെ എല്ലാവരുടെയും മുഴങ്കാലുകൾ യേശുവിന്റെ മുമ്പിൽ മടങ്ങുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ബോധപൂർവം മടക്കി വെച്ചിരിക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ബോധപൂർവം കർത്താവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചാൽ എത്രയോ അനുഗ്രഹമായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 4:12 വാക്യം. ചില വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. ഞാൻ നിർബന്ധിക്കുകയല്ല, എന്നാലും കാണാതെ പഠിക്കണം. ചില വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കണം. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ, ബാക്കി ആകാശത്തിന്റെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഈസി. അപ്പോസ്തലപ്രവൃത്തി 4:12 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 4:12 വാക്യം. കർത്താവിന്റെ നാമം, യേശു എന്നുള്ള പേര്, രക്ഷകൻ. യേശു രക്ഷകൻ എന്ന് പറയുമ്പോൾ അതിനിടെ ചേർത്ത് ഞാൻ 1-2 വാക്കുകൾ കൂടെ അങ്ങ് പറഞ്ഞു പോകും. എന്തെല്ലാമാണ്? യേശു ദൈവം ഒരുക്കിയ രക്ഷിതാവാണ്. ലൂക്കോസ് എൻ്റെ സുവിശേഷം 2:31 സകല ജാതിയുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് യേശു. സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. ലൂക്കോസ് 2:31. ഒന്നിട്ട് റെഫറൻസ് പറയും. ലൂക്കോസ് 2:1 സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. ലൂക്കോസ് 2:10 ദൂതൻ അവരോട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളുടെ സുവിശേഷം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവിനെ കാണുക. പ്രിയമുള്ളവരെ, അത് യേശു ക്രിസ്തു സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷയാ. ഏത് കാലത്തുള്ള ഏത് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷയാണ് യേശു. ദൈവത്തിന് സ്തോത്രം. ഇനി 1000 വർഷം കൂടെ മുമ്പോട്ട് പോയാലും രക്ഷകൻ യേശു മാത്രമാണ്. അതെ, കർത്താവ് ചരിത്രപരമായിട്ട് രക്ഷകനാണ്. നമുക്കെല്ലാം രക്ഷകനാണ്. എനിക്ക് രക്ഷകനാണ്. കർത്താവ് ലോകരക്ഷകനാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. ലോകരക്ഷകൻ. ലോകത്തിൽ അനേകം വിമോചകന്മാരും വിടുതലുകാരും ഒത്തിരി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മതനേതാക്കന്മാർ, മതഗുരുക്കന്മാർ, ദാർശനികന്മാര്, ഒക്കെ സന്യാസിമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും
ലോകരക്ഷകൻ യേശുവാണ്. ലോകരക്ഷകൻ യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം വാക്യം, ശമരിയിലുള്ള ആളുകൾ ഒന്നടങ്കം ഒരു കാര്യം പറഞ്ഞു, യേശു ലോകരക്ഷകൻ എന്ന് പറഞ്ഞു. ശമരിയിലുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു. ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചില പേരുകളോട് ചേർന്ന ചില കാര്യങ്ങളുണ്ട്. ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ചികിത്സ എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും. ഡോക്ടർ എന്ന് വരുമ്പോൾ ജഡ്ജി എന്ന് പറയുമ്പോൾ കോടതി എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും. രാജാവെന്ന് പറയുമ്പോൾ രാജ്യം എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും. ഗായകൻ എന്ന് പറയുമ്പോൾ ഗാനം എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ആവർത്തിക്കുകയാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ ചികിത്സ, അതേ മരുന്ന് നമ്മുടെ മനസ്സിൽ വരും. രാജാവ് എന്ന് പറയുമ്പോൾ രാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും. സംഗീതജ്ഞൻ എന്ന് പറയുമ്പോൾ സംഗീതത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും. അത് ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആളിനെക്കുറിച്ചുള്ള ഓർമ്മ വരും. എന്നാൽ യേശു ഓർക്കുമ്പോൾ, ഈ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, യേശു എന്ന് ഓർക്കുമ്പോൾ, അതെ ഡോക്ടർ എന്ന് ഓർക്കുമ്പോൾ വൈദ്യം മരുന്ന് മനസ്സിൽ വരുന്നുവെങ്കിൽ, ജഡ്ജി നോർക്കുമ്പോൾ കോടതി മനസ്സിൽ വരുന്നെങ്കിൽ, യേശു നോർക്കുമ്പോൾ, യേശു എന്ന് പറയുമ്പോൾ എൻ്റെ രക്ഷിതാവ്, രക്ഷാനായകനായ എൻ്റെ യേശു. അതോട് ഞാൻ പറയട്ടെ, രക്ഷാനായകനായ യേശു. എബ്രായ ലേഖനം 2:10, എബ്രായ ലേഖനം 5:9, 2 റെഫറൻസൂടെ ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എബ്രായ ലേഖനം 2:10 രക്ഷാനായകൻ. എബ്രായർ 5:9 നിത്യരക്ഷയുടെ കാരണഭൂതൻ. അതെ, നിത്യത നമ്മളെ കൊണ്ടെത്തിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവിനോട് പറ്റി നമ്മൾ ചേർന്നിരുന്നാൽ, കർത്താവിനോട് പറ്റിയിരുന്നാൽ, നമ്മൾ കർത്താവിനോട് കൂടെ അയോണെന്ന് പറയുന്ന നിത്യതയിലേക്ക് നമ്മൾ നടന്ന് നമ്മൾ ഇങ്ങനെ നീങ്ങും. നമ്മൾ യേശുവിനോടൊപ്പം ഇങ്ങനെ നടക്കുകയാണ്. ക്രിസ്തുവിനോട് ഒരുമിച്ച് നമ്മൾ നടക്കുകയാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിൻ്റെ പാദത്തോട് ചേർന്ന ശിഷ്യന്മാരുടെ പാദങ്ങൾ ഉണ്ടായിരുന്നത് പോലെ യേശുവിനോട് ചേർന്ന് നമ്മുടെ പാദങ്ങൾ ഇങ്ങനെ നമ്മൾ വയ്ക്കുകയാണ്. അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്ക് എങ്ങും പോകാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ നായകൻ, ഞങ്ങളുടെ രക്ഷകൻ ക്രിസ്തുവാണ്. അത് യേശുവാണ്. നമുക്കെല്ലാം യേശുവാണ്. നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ ഭർത്താവിനേക്കാൾ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മളുടെ പാസ്റ്റർമാരെക്കാൾ, നമ്മളെല്ലാവരെക്കാളിലും നമ്മുടെ യേശുവാണ് നമുക്ക് മുഖ്യാസനം. യേശു നമ്മുടെ രക്ഷകനാണ്, എൻ്റെ രക്ഷകനാണ്. ക്രിസ്റ്റാളജിയിൽ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം യേശു എന്നാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ഒരു പേര്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ യേശുവിൻ്റെ വചന ചിന്തകളാൽ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ വരികയും നിങ്ങളെ നോട്ടുകൾ ഒന്നുകൂടെ വായിച്ചിട്ട് വരികയും ചെയ്യുവാൻ തക്കവണ്ണം വിനീവർ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അത്യുന്നതങ്ങളിൽ പറയുന്നുണ്ടോ സാറേ? ഞാൻ പെട്ടെന്ന് ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഓക്കെ, എനിക്കറിയാം ഒത്തിരി പേര് പെട്ടെന്ന് ലെഫ്റ്റ് ആകുമെന്നുള്ളതുകൊണ്ടാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു. വളരെ ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ കർത്താവ്. ഞാനും തന്റെ ക്ലാസ് കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ശക്തമായി ഇപ്പോഴും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് തന്നെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ അസിസ്റ്റന്റ് ഓവർസിയറായി ദൈവം ഉയർത്തുവാൻ ഇടയായി തീർന്നു. ഇന്നും താൻ ആ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചെങ്കിലും ലളിതമായ രീതിയിൽ പരസ്യയോഗങ്ങൾ ചെയ്യുകയും ഈ വാക്യങ്ങളൊക്കെ കഴുത്തെ കെട്ടിത്തൂക്കി നമ്മൾ മാധ്യമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ആ വലിയ മനുഷ്യനെ നമുക്ക് പഠിപ്പിക്കാൻ ലഭിച്ചത് വളരെ സന്തോഷമാണ്. ദൈവം ദീർഘായുസ് കൊണ്ട് നിറയ്ക്കട്ടെ.
തന്റെ തലമുറകളൊക്കെ ദൈവത്താൽ മാനിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവം തന്റെ മാനിക്കപ്പെടുവാൻ ഇന്ന് ആസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ഉന്നതമായ നിലയിൽ ദൈവം മാനിക്കുവാനിടയായി തീർന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ തൻ്റെ ഒരു മകളുടെ വീട്ടിൽ പോകുവാനും അവരുടെ ആതിഥേയത്വം സ്വീകരിപ്പാനൊക്കെ ദൈവം എനിക്ക് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ ഡാളസിൽ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ദൈവം വീണ്ടും ശക്തമായി ഉപയോഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പണ്ഡിത രമാഭായിയെ പറ്റി പറഞ്ഞപ്പോൾ ആരാണ്ട് ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇട്ട് അതൊരു പുതിയ അറിവായിരുന്നല്ലോ എന്ന്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഗൂഗിളിൽ നിന്നെടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ കൂടുതലും ആന്റിമാരും സിസ്റ്റേഴ്സും ഒക്കെ ആയതുകൊണ്ട് ആ പണ്ഡിത രമാബായിയുടെ ചരിത്രം ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിക്കുക. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് ആണ്. തന്റെ അഭാവത്തിൽ തന്നോടൊപ്പം തന്നെ വളരെ ശക്തമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മന്ദമരുതി കൂടെ യാത്ര ചെയ്തപ്പോൾ ഈ രണ്ട് ദൈവദാസന്മാരെ അവിടെ വെച്ച് കണ്ടു. ഒരുമിച്ച് പരസ്യയോഗം ചെയ്യുന്ന രണ്ടുപേരും വളരെ ഫ്രണ്ട്സും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുമാണ്. ഇന്നും ആദ്യം തൊട്ട് അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഒരു ക്ലാസ്സും കൂടെ എടുക്കണമെന്ന് ചില വിഷയങ്ങൾ. അപ്പോൾ താൻ നാളെ കർത്താവ് സഹായിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങൾ താൻ അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിൽ സയൻസ് ഇൻ ദ ബൈബിൾ, ശാസ്ത്രവും ബൈബിളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി താൻ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് നാളെ അദ്ദേഹം നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല, അതിന് പകരം നാളെ ആസ് യൂഷ്വൽ നമുക്ക് ബൈബിൾ സ്റ്റഡി ആയിരിക്കും. കർത്താവിന്റെ ദാസൻ ജോർജ് വർഗീസ് സയൻസും ബൈബിളും എന്നുള്ള സയൻസ് ഇൻ ദ ബൈബിൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഒരു സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യണം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ കാണിക്കും ഇതുപോലൊക്കെയുള്ള ദൈവദാസന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്. കാരണം നമുക്ക് ഈ പ്രായമുള്ളവരും ദൈവദാസന്മാർ അനുഭവവും ഒത്തിരി പേര് തിയോളജിയൊക്കെ അറിയാവുന്നവർ കാണും. എന്നാൽ കർത്താവ് ഇന്ന് ഞങ്ങളുടെ സഭയിൽ ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ അറിവല്ല അനുഭവങ്ങളാണ് വരുന്നത്. സ്തോത്രം. അറിവിനേക്കാളും ഏറ്റവും പ്രാധാന്യം അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള അനുഭവമുള്ള ദൈവദാസന്മാരെ ഒക്കെ നമുക്ക് ലഭിക്കുന്നത് അത് അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ മിസ്സാക്കരുത് കേട്ടോ. സ്തോത്രം. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ ക്ലാസ്സിൽ നിങ്ങൾ ഹല്ലേലൂയ പ്രത്യേക എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യണം. കർത്താവ് സഹായിക്കട്ടെ. എനിക്കും വളരെ തിരക്കുണ്ടായിരുന്നു. ഞാൻ ദൈവദാസന്റെ ക്ലാസ് കേട്ടുകൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നു. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. വളരെ ടച്ചിങ് ആയിരുന്നു. എന്നെ ദൈവാത്മാവ് യഥാർത്ഥമായിട്ട് ടച്ച് ചെയ്യുവാനിടയായിരുന്നു. അദ്ദേഹത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. നാളെ വൈകിട്ട് ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നല്ല, ഇൻസ്റ്റെഡ് ഓഫ് ചാപ്പൽ സർവീസ് 9 മണിക്ക് നമ്മൾ ഈ പ്രത്യേക വിഷയം കർത്താവിന്റെ ദാസൻ ജോർജ് വർഗീസ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, മനസ്സിലുള്ള സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വീണ്ടും ഞങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ ക്രിസ്റ്റോളജി എന്ന വിഷയത്തിൽ നിന്നും കർത്താവെ ആഴത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയ ദേവദാസിനെ സഹായിച്ചുവല്ലോ. അപ്പൊ ദൈവമേ ഹല്ലേലൂയ, സ്തോത്രം. വളരെ മനോഹരമായ ക്ലാസ് എടുത്ത് ഞങ്ങളെ കർത്താവെ ഹല്ലേലൂയ അതിന്റെ ആഴത്തിലേക്ക് കർത്താവെ ഗ്രഹിക്കാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പ ദൈവമേ ഹല്ലേലൂയ കർത്താവെ ക്രിസ്റ്റോളജി എന്ന ക്ലാസ് എടുത്ത PG മാത്യു സാർ ഹല്ലേലൂയ കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ പ്രിയ ദേവദാസിനെ കർത്താവെ സമൃദ്ധിയായി അനുഗ്രഹിക്കണം. കർത്താവെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കണ്ണിന്റെ സർജറി എല്ലാം കഴിഞ്ഞ് കർത്താവെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ തക്കവണ്ണം കൂട്ടി വരുത്തിയ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇത്രത്തോളം സഹായിച്ചുവല്ലോ. അപ്പ ഞങ്ങളെല്ലാവരെയും കൃപയാൽ പൊതിഞ്ഞതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഈ ക്ലാസ്സിന് നേതൃത്വം വഹിക്കുന്ന ഷാജി കെ ദാനിയൽ പാസ്റ്ററേയും അതുപോലെ ലാലു ജേക്കബ് പാസ്റ്ററേയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ അപ്പ സകലാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. അപ്പ ദൈവമേ ഹല്ലേലൂയ ക്ലാസ്സിൽ പങ്കുകൊണ്ട് എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്മയോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ കൂടുതൽ ഗ്രഹിക്കാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളിൽ ഓരോരുത്തരെയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സകല മഹത്വം കർത്താവ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനകൾ യാചനകൾ കേട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം പറഞ്ഞാട്ടെ സാറേ. ആകാശവും ഭൂമിയും സമുദ്രവും സകലം സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനായിട്ടുള്ള ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായിട്ടുള്ള കൂട്ടായ്മ നാം എപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തെയും ബൈബിൾ കോളേജിന്റെ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളോടുകൂടെ കർത്താവിന്റെ വരുവിനായി കാത്തിരിക്കുന്ന സകലമാന വിശുദ്ധന്മാരോടുകൂടെ ഇന്നും എന്നും കർത്താവിന്റെ വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ആമേൻ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. താങ്ക് യു മാത്യു സാറ്, ലാൽ സാറ്, നന്ദി. ഉണ്ടായിരുന്നു ഒത്തിരി പഴയ കാഴ്ചയൊക്കെ തിരിച്ചിട്ട് പാസ്റ്ററെ. കണ്ടതിൽ സന്തോഷമുണ്ട്. പ്രേക്ഷകരെ സുഖമായിരിക്കുന്നതിന് സന്തോഷം. ദൈവത്തിന് നന്ദി. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ബാബു സാറേ നാളെ